നിൽക്കുന്നത് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് പുറകുവശത്ത് സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന്റെ സൈഡിലായിട്ട് കാണുന്ന കോട്ടൺ ഫാബ് എക്സ്പോ കാണാനാണ്. സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോകൾ കണ്ടിരുന്നു. അതുകൊണ്ട് നേരിട്ടൊന്ന് പോയി കണ്ടാലോ എന്ന് വിചാരിച്ചു. അകത്ത് കയറിയപ്പോൾ തന്നെ വലിയ രീതിയിൽ സ്റ്റാളുകൾ ഒരുക്കിയിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. ഓരോ സ്റ്റാളുകളിലും ഓരോ സംസ്ഥാനത്തു നിന്നുള്ള വ്യത്യസ്ത കളക്ഷനുകളാണ് അവിടെ ഉണ്ടായിരുന്നത്. കോട്ടൺ ഡ്രസ്സുകൾ, സാരികൾ, കുർത്തകൾ, കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, ബെഡ്ഷീറ്റുകൾ, ഹാൻഡ്ലൂം ഐറ്റങ്ങൾ തുടങ്ങിയ ഒരുപാട് ഐറ്റങ്ങൾ അവിടെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായ പാത്രങ്ങൾ, കിച്ചൺ ഐറ്റംസ്, ഡെക്കറേഷൻ സാധനങ്ങൾ, ആഭരണങ്ങൾ, ഹാൻഡിക്രാഫ്റ്റ് ഉൽപ്പന്നങ്ങൾ, ബാഗുകൾ, ചെരുപ്പുകൾ, ചെറിയ ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരേ സ്ഥലത്ത് കാണാൻ കഴിഞ്ഞു. ഓരോ സ്റ്റാളുകളും വെറുതെ ഒന്ന് ചുറ്റി നടന്ന് കാണുമ്പോൾ ഓരോന്നിൻ്റെ ഓരോ പ്രത്യേകതയുണ്ട്. പിന്നെ എന്തിനാണെന്ന് അറിയത്തില്ല, സാരി പോലും എടുക്കാത്ത ഞാൻ ഈ സാരി എടുത്തു നോക്കുന്നു, വില ചോദിക്കുന്നു. കോമൺ ആയിട്ട് പെൺപിള്ളേരുടെയൊക്കെ സ്വഭാവമാണല്ലോ, ഓരോ സാധനങ്ങൾ കണ്ട് എടുത്തു നോക്കി അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് ഇങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞ് മനസ്സിലൊരു സമാധാനം കിട്ടുമല്ലോ. പിന്നെ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുമ്പോൾ വെപ്രാളം കാണുമ്പോഴത്തേക്കും എനിക്ക് പണ്ടത്തെ ബിന്ദു പണിക്കറിൻ്റെ സിനിമയാണ് ഓർമ്മ വരുന്നത്. ഓരോ സാധനങ്ങളും എടുത്തിട്ട് കയറ്റി വെച്ചിട്ട് അയ്യോ TV, എൻ്റെ ഫ്രിഡ്ജ്, എൻ്റെ വാഷിംഗ് മെഷീൻ എന്ന് പറഞ്ഞിട്ട് എടുക്കുന്നില്ല. അതുപോലെയാണ് ഞാൻ ഓരോ ഷോപ്പിലും കയറിയൊന്ന് ഓടി വിരകിയിട്ട് ഓരോ സാധനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുക. ഒന്നും ഞാൻ യൂസ് ചെയ്യാത്ത സാധനമാണ്. പിന്നെ കുറച്ച് സാധനം നല്ല നല്ല കമ്മലുകളും വളയൊക്കെ കണ്ടു, മാലയൊക്കെ കണ്ടു. പക്ഷെ ഭയങ്കര കത്തി റേറ്റ്. ഒരു വളയ്ക്ക് ഞാൻ ചോദിച്ചപ്പോൾ, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വളയ്ക്ക് ചോദിച്ചപ്പോഴത്തേക്ക് ഒരു കുഞ്ഞു വളയ്ക്ക് 450 രൂപ പറഞ്ഞു. അത് അവിടെ വെച്ചിട്ടിങ്ങ് പോകുന്നു. പിന്നെ ചില സ്റ്റാളുകളിൽ നല്ല ഓഫറുകളും കണ്ടു കേട്ടോ. ചില ഡ്രസ്സുകളുടെ കളക്ഷൻ ശരിക്കും മനോഹരമായിരുന്നു. പ്രത്യേകിച്ച് കോട്ടൺ വസ്ത്രങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ ഒരുപാട് ഓപ്ഷനുകൾ കിട്ടും കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് വ്യക്തിപരമായ ചില സാധനങ്ങൾക്ക് കുറച്ച് വില കൂടുതലാണെന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നും വാങ്ങിയിട്ടില്ല. എന്നിരുന്നാലും വെറുതെ ഒന്ന് ചുറ്റി നടന്ന് എല്ലാം കണ്ടു നോക്കാൻ നല്ലൊരു അനുഭവമായിരുന്നു. ഷോപ്പിംഗ് ചെയ്യാൻ മാത്രമല്ല, പുതിയ കളക്ഷനുകൾ കാണാനും വിവിധ സംസ്ഥാനങ്ങളിലെ ഉൽപ്പന്നങ്ങൾ ഒരുമിച്ച് പരിചയപ്പെടാനും പറ്റുന്ന ഒരു എക്സ്പോയാണ് ഇത്. നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരുന്നു നിങ്ങളുടെ അനുഭവം? എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? വിലയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റിൽ പറഞ്ഞു തരൂ. നമ്മളിത് കാണാൻ കയറിയ സമയത്ത് നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒത്തിരി പേര് പല സ്റ്റാളുകളും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു സമാധാനം, ഞങ്ങളെപ്പോലെ തന്നെ ആരുടെ കയ്യിലും കവറും കാര്യങ്ങളൊന്നും ഇല്ല. ആരും ഒന്നും വാങ്ങുന്നില്ല. എല്ലാവരും ഞങ്ങളെപ്പോലെ കാണാൻ വേണ്ടിയിട്ട് മാത്രമേ കയറുന്നേ നിന്നു. പിന്നെ അവിടെ നല്ലൊരു പാത്രങ്ങളൊക്കെ വെക്കുന്ന ഒരു ചെറിയ സ്റ്റാൾ ഉണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് കിച്ചൺ ഐറ്റംസ് ഭയങ്കര ഇഷ്ടമാണ്. പാത്രങ്ങൾ വാങ്ങിക്കാനും അതുപോലത്തെ നല്ല ഡിന്നർ സെറ്റുകൾ, നല്ല നല്ല രസമായിട്ടുള്ള കുപ്പികൾ, ഭരണികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞങ്ങൾ നോക്കി നടന്നു. ഞങ്ങളിതൊന്നും വാങ്ങിച്ചിട്ടില്ല. ഞങ്ങളെല്ലാം നോക്കി നടന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ തിരിച്ചിറങ്ങുകയാണ്. പള്ളി പോയ സമയത്ത് കണ്ടപ്പം വെറുതെ കയറിയതാണ്. അപ്പം നിങ്ങളിവിടെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് എന്തായാലും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. പോയിട്ടില്ലാത്തവർ പോകുക, പോയവർ കമൻറ്റ് ചെയ്യുക. അപ്പം ബൈ.